ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. മാസം 80,000 രൂപയ്ക്ക് മുകളിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വരുമാനം നേടാൻ അവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പിയിൽ വിവിധ സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ. റവന്യൂ ടവർ നിർമ്മാണം സാക്ഷാത്കരിക്കുന്നു. പദ്ധതി നടപ്പിലാക്കുന്നത് 25 കോടി രൂപ ചെലവിൽ. ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കും. പാലക്കാട് നഗരസഭയുടെ ജാതി മതിലിനെതിരെ പ്രതിഷേധവുമായി PKS. പൊതുശ്മശാനത്തിൽ ജാതി മതിൽ കെട്ടിയാൽ പൊളിച്ചുമാറ്റുമെന്ന് PKS സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S. അജയകുമാർ. നഗരസഭാ കാര്യാലയം RSSന്റെയോ BJPയുടെയോ കാര്യാലയമല്ലെന്ന് ഭരണ നേതൃത്വം ഓർക്കണമെന്നും മുൻ MP. ലോക പരിസ്ഥിതി ദിനം. നാടെങ്ങും വിപുലമായ പരിപാടികൾ. ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും വിദ്യാർത്ഥികളും നാട്ടുകാരും വിവിധ മേഖലകളിൽ പങ്കാളികളായി. ഓർമ്മയായി കല്ലൂർ പാലം. പിരായിരി മേപ്പറമ്പിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ട്രെയിനിൽ നിന്ന് പുഴയിലേക്ക് ചാടി മരിച്ചു. കോട്ടായിയിൽ വീട്ടമ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് വിദ്യാർത്ഥിനി വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് ഗുരുതരമായ പരിക്ക്. ഒറ്റപ്പാലത്ത് മെത്താഫിറ്റമിനും കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് കൊപ്പം ചുണ്ടമ്പറ്റ മടയിൽ മുഹമ്മദ് അലി. 8.96 ഗ്രാം മെത്താഫിറ്റമിനും 340 ഗ്രാം കഞ്ചാവും ആഡംബര കാറും പോലീസ് പിടിച്ചെടുത്തു. വാർത്തകൾ വിശദമായി. പട്ടാമ്പിയിൽ റവന്യൂ ടവർ നിർമ്മാണത്തിന് നടപടികളാകുന്നു. വിവിധ സർക്കാർ ഓഫീസുകൾ ഇനി ഒരു കുടക്കീഴിലാകും. 25 കോടി ചെലവഴിച്ചാണ് ടവർ നിർമ്മാണം. ടെൻഡർ നടപടികൾ ഉടൻ തുടങ്ങാനാണ് തീരുമാനം. പട്ടാമ്പിയിൽ വിവിധ സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് റവന്യൂ ടവർ നിർമ്മിക്കുന്നത്. സംസ്ഥാന ബജറ്റിൽ ഇതിനായി തുക വകയിരുത്തുകയും ചെയ്തിരുന്നു. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ ആധുനിക മത്സ്യമാർക്കറ്റിന് സമീപം നഗരസഭ വിട്ടുനൽകിയ സ്ഥലത്താണ് റവന്യൂ ടവർ നിർമ്മിക്കുക. സംസ്ഥാന ഹൗസിംഗ് ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം. പ്രവൃത്തികളുടെ ടെൻഡർ നടപടികൾ തുടങ്ങുന്നതിന് മുന്നോടിയായി മുഹമ്മദ് മുഹസിൻ MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. നിലവിലെ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സർക്കാർ ഓഫീസുകളും റവന്യൂ ടവറിലേക്ക് മാറ്റാനായാണ് റവന്യൂ ടവർ നിർമ്മിക്കുന്നത്. മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം താലൂക്ക് ആശുപത്രിയുടെ ഭാഗമാക്കാനുമാണ് ലക്ഷ്യം. 25 കോടിയോളം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുക. ടെൻഡർ നടപടികൾ ആരംഭിക്കാനാവശ്യമായ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും ഉടൻ തന്നെ പ്രവൃത്തികൾ തുടങ്ങാനാണ് ലക്ഷ്യമെന്നും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഒരു പോസ്റ്റ്, അതുപോലെ തന്നെ ഒരു പഴയ ബിൽഡിംഗ്, ഈ തടസ്സങ്ങൾ നീക്കിയാലാണ് അത് ടെൻഡറിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്ന് കിഫ്ബി അറിയിച്ചിരുന്നു. അപ്പോൾ ആ തടസ്സങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നീക്കിയതിന് ശേഷം ഹൗസിംഗ് ബോർഡിനാണ് ഇതിൻ്റെ ചുമതലയുള്ളത്. ഹൗസിംഗ് ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ അടക്കം ഒരു ടീമും അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിലെ ടീമും സംയുക്തമായിട്ട് ഇത് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അത് കിഫ്ബിക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. എന്നാലാണ് നമുക്ക് ടെൻഡറിലേക്ക് പോകാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വന്ന് സംയുക്തമായി ഇപ്പോൾ അതിൻ്റെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. നമുക്ക് എത്രയും വേഗം ടെൻഡറിലേക്ക് പോകാനുള്ള മറ്റ് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റവന്യൂ ടവർ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നിലവിലുള്ള മിനി സിവിൽ സ്റ്റേഷൻ നമുക്ക് ആശുപത്രിയാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങളാവും. മാത്രമല്ല പട്ടാമ്പിയിലെ എല്ലാ ഓഫീസുകളും ഒരു കുടക്കീഴിലേക്ക് ഇങ്ങോട്ട് മാറുകയും പിന്നെ പട്ടാമ്പി ടൗണിൻ്റെ തിരക്ക് കുറക്കാനും ഒക്കെ കഴിയും. മുനിസിപ്പൽ ടവറും അതുപോലെ റവന്യൂ ടവറും അടുത്തടുത്ത് വരുമ്പോൾ അത് വലിയൊരു മാറ്റം ഉണ്ടാക്കും. തഹസിൽദാർ TP കിഷോർ, ഹൗസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ മാട്ടുമന്ത പൊതുശ്മശാനത്തിൽ ജാതി മതിൽ കെട്ടിയാൽ പൊളിച്ചുമാറ്റുമെന്ന് PKS സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S. അജയകുമാർ. പാലക്കാട് നഗരസഭ RSSന്റെയോ BJPയുടെയോ കാര്യാലയമല്ല എന്നും അജയകുമാർ പറഞ്ഞു. മാട്ടുമന്ത പൊതുശ്മശാനത്തിൽ സ്ഥലം വേർതിരിച്ച് NSSന് മതിൽ കെട്ടാൻ അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് PKS നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അജയകുമാർ.
മാട്ടുമന്ത പൊതുശ്മശാനത്തിൽ ജാതി തിരിച്ച് മതിൽ കെട്ടാൻ അനുമതി നൽകിയത് 3.5 കോടി ജനങ്ങൾക്ക് അപമാനമാണ്. പതിറ്റാണ്ടുകളോളം കേരള ജനത പൊരുതി നേടിയ നവോത്ഥാന പുരോഗമന ചിന്താഗതിയെ അട്ടിമറിച്ച് ബ്രാഹ്മണിക്കൽ ആശയങ്ങൾ അടിച്ചേൽപ്പിച്ച് ജാതിമത വർഗീയ ചേരിതിരിവുണ്ടാക്കാനുള്ള നീക്കം അനുവദിക്കില്ല. ജാതിമതിൽ നിർമ്മിച്ച് സവർണ മേധാവിത്വം കൊണ്ടുവരാൻ നഗരസഭാ ഭരണാധികാരികൾ ശ്രമിച്ചിട്ടും ബിജെപിയുടെ ഏറാൻമൂളികളായി പിന്നോക്ക മോർച്ചകൾ മാറിയത് അപമാനകരമാണ്. ദളിതർ പാരമ്പര്യ ജീവിതം നയിച്ചാൽ മതിയെന്നാണ് ശശികലയും RSS ആചാര്യൻ മധുവും നിരന്തരം പറയുന്നത്. ദളിതർ പുരോഗമന പാതയിലേക്ക് വന്നാൽ സവർണ മേധാവിത്വം തകരുമെന്ന ചിന്താഗതിയാണ് ദളിതർക്കെതിരെ തിരിയാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. വേടനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചതും ജാതിമത ചിന്തയാണ്. മറ്റൊരു നഗരസഭകളിലും പഞ്ചായത്തുകളിലും ഇല്ലാത്ത നടപടികൾ പാലക്കാട് നഗരസഭ നടപ്പിലാക്കിയാൽ അനുവദിക്കില്ല. പാലക്കാട് നഗരസഭ കേരള സർക്കാരിന് കീഴിലാണെന്ന കാര്യം നഗരസഭാ അധികാരികൾ മറക്കരുത്. കേവല ഭൂരിപക്ഷം ജനവിരുദ്ധതയും ജാതി സവർണതയും നടപ്പിലാക്കാനുള്ളതല്ലെന്നും എസ് അജയ്കുമാർ പറഞ്ഞു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ നഗരസഭകളിലും പഞ്ചായത്തുകളിലുമൊക്കെ ഈ രൂപത്തിൽ എല്ലാവരുടെയും മൃതശരീരങ്ങൾ സംസ്കരിക്കപ്പെടുന്നത്. എന്താണ് ഇവിടെ പാലക്കാട് നഗരസഭയ്ക്ക് മാത്രമൊരു പ്രത്യേകത? പാലക്കാട് നഗരസഭ ഇന്ത്യൻ ഭരണഘടനക്ക് കീഴിലല്ലേ? കേരളത്തിൽ ഉണ്ടാക്കിയ മുനിസിപ്പൽ ആക്ടിന് കീഴിലല്ലേ? പാലക്കാട് നഗരസഭ ഭരണഘടനയുടെ ഭാഗമായിട്ട് ഭരിക്കേണ്ട ഒരു നഗരസഭയാണ്. അവിടെ എങ്ങനെയാണ് ജാതി തിരിച്ച് സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള രൂപത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് 20 സെന്റ് ഭൂമി നൽകുകയും അവിടെ മതിൽ കെട്ടാൻ ആവശ്യമായിട്ടുള്ള അനുവാദം നൽകുകയും ചെയ്യുന്നത്? PKS ജില്ലാ പ്രസിഡന്റ് TP കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി V പൊന്നുകുട്ടൻ, MLA K ശാന്തകുമാരി, CPM ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്ലാസ്റ്റിക് മാലിന്യത്തെ തോൽപ്പിക്കുക, നമ്മളാണ് മാറ്റം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഷൊർണൂർ മേഖലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നഗരസഭയിൽ നടന്ന ദിനാചരണ പരിപാടികൾ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി DYFI ഷൊർണൂർ ബ്ലോക്ക് തലത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. ഷൊർണൂർ ഈസ്റ്റ് മേഖലയിലെ ചുടുവാലത്തൂർ തോട്ടുപാലത്തിനു സമീപത്ത് നടന്ന ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറി C രാഗേഷ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി അംഗം വിനീത് അധ്യക്ഷനായി. ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് C സുധീഷ്, ബ്രാഞ്ച് സെക്രട്ടറി സുരേഷ് ബാബു, ശ്യാം, അഞ്ജല, കൃഷ്ണൻ, അരവിന്ദൻ, ഗോവിന്ദമുരളി, കിരൺ, സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മഞ്ഞക്കാട് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. ഷൊർണൂർ നെടുങ്കോട്ടൂരിലുള്ള പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റൽ ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനം ഷൊർണൂർ നഗരസഭാ കൗൺസിലർ ഷൊർണൂർ വിജയൻ ഉദ്ഘാടനം ചെയ്തു. KSSPU ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഭവദാസുനുണ്ണി മാസ്റ്റർ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി K ശങ്കരൻ, ബ്ലോക്ക് ട്രഷറർ TV ജയരാജൻ, ബ്ലോക്ക് കമ്മിറ്റി മെമ്പർ T വിശ്വംഭരൻ തുടങ്ങി ഏരിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഏരിയയിലെ പെൻഷനേഴ്സും പങ്കെടുത്തു. ഏരിയ വൈസ് പ്രസിഡന്റ് PV ആര്യ ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ ജോയിന്റ് സെക്രട്ടറി MV മധു മാസ്റ്റർ സ്വാഗതവും ഏരിയ സെക്രട്ടറി MC ശങ്കരൻ നന്ദിയും പറഞ്ഞു. പരുത്തിപ്പറ TMS LP സ്കൂളിൽ പരിസ്ഥിതി ദിനം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. പൂന്തോട്ട നിർമ്മാണം, റാലി തുടങ്ങിയ ക്ലാസ് തല പ്രവർത്തനങ്ങൾക്ക് പുറമെ ബയോ ഗാർഡൻ, പഠനയാത്ര എന്നിവയും സംഘടിപ്പിച്ചു. പേപ്പർ നിർമ്മാണം, കളിമൺ ഉപകരണ നിർമ്മാണം തുടങ്ങിയവയും തത്സമയം കാണാനുള്ള അവസരം ഫാം ഉടമകളും പരിസ്ഥിതി പ്രവർത്തകനുമായ ആംബ്രോസ് കുഞ്ഞുങ്ങൾക്കായി ഒരുക്കിയിരുന്നു. സെന്റ് ആന്റണീസ് LP സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം അതിവിപുലമായി ആഘോഷിച്ചു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ വിനീത ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ നിർമ്മിച്ച പരിസ്ഥിതി ദിന പോസ്റ്ററുകളുടെ പ്രദർശനവും പരിസ്ഥിതി ദിന സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി റാലിയും നടത്തി. ഇന്ത്യൻ റെയിൽവേ ഷൊർണൂർ ഡിവിഷൻ സംഘടിപ്പിച്ച ചിത്രരചന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സ്കൂൾ പൂന്തോട്ടം നിർമ്മാണവും ഉണ്ടായിരുന്നു. കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പ്രകൃതി നടത്തത്തിന്റെ ഭാഗമായി കാക്കനാട് ആയുർവേദ ആശ്രമം സന്ദർശിച്ചു. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് സ്കൂൾ മാനേജ്മെന്റിന്റെ വക കുട്ടികൾക്ക് ബിരിയാണി വിതരണവും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി മേഖലയിൽ ലോക പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. രാഷ്ട്രീയ പാർട്ടി സംഘടനകളും സാംസ്കാരിക സംഘടനകളും പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ എന്നിവർ വിവിധ മേഖലകളിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ പങ്കാളികളായി. KSSPU കോട്ടായി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോട്ടായി സെന്ററിലെ വയോജന പാർക്കിൽ ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. തൈ വിതരണവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാനത്തിനകത്ത് 1 കോടി വൃക്ഷത്തൈകളാണ് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചത്. ആയതിൻ്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ
20 ലക്ഷം തൈകൾ നട്ടുപിടിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. കോട്ടായി ഗ്രാമപഞ്ചായത്ത് 4000 തൈകളാണ് നഴ്സറിയിൽ വളർത്തിയെടുത്ത് ഇന്ന് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. KSSPU യൂണിറ്റ് പ്രസിഡന്റ് പി വാസു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ ചെയർപേഴ്സൺ രാധാമോഹൻ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി പി മാധവൻ സ്വാഗതം പറഞ്ഞു. കിസാൻ സഭ പറളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടിയിൽ നടന്നു. ദിനാചരണം കിസാൻ സഭ സംസ്ഥാന കൗൺസിൽ അംഗം AS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. പറളി കമ്മിറ്റി സെക്രട്ടറി PC മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. CPI പറളി ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി PA അരുൺദാസ്, KP മുത്തു, രാമൻ, അംബിക, K ശശിജ എന്നിവർ നേതൃത്വം നൽകി. കോട്ടായി IHRD അപ്ലൈഡ് സയൻസ് കോളേജിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി സംരക്ഷണ സന്ദേശയാത്ര നടത്തി. വിദ്യാർത്ഥികളും അധ്യാപകരും യാത്രയിൽ അണിചേർന്നു. നല്ല ഒരു ജീവിതം നമുക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങൾ മാത്രമല്ല ഇവിടെ ജീവിക്കേണ്ടത്, നിങ്ങളുടെ അടുത്ത തലമുറയും അതിൻ്റെ അടുത്ത തലമുറയൊക്കെ ജീവിക്കണം. അപ്പം അതിനു വേണ്ടിയിട്ട് ഈ ഒരു പരിസ്ഥിതിയെ സംരക്ഷിച്ച് അവർക്കും കൂടി നമുക്ക് ഇത്രയും വ്യവസായമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ എന്തായിരിക്കും അവസ്ഥ? അപ്പം അത്രയും വ്യവസായമായിട്ടുള്ള സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ പരിപാടി കോളേജ് പ്രിൻസിപ്പാൾ MM സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. CPM കോട്ടായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടായി ഗവൺമെന്റ് ആശുപത്രിയും പരിസരവും ശുചീകരിച്ചു. ശുചീകരണ പ്രവൃത്തി പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. V മോഹനൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്, TC കുഞ്ഞുമോൾ, R ലത, K പത്മാവതി, വിനീത, സുരോജ്, K കുഞ്ഞുലക്ഷ്മി, മിനിമോൾ എന്നിവർ സംസാരിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KP രവീന്ദ്രൻ സ്വാഗതവും KV മോഹനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. പ്രസിഡന്റ് ഗീത മണികണ്ഠൻ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. വജ്രജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാരും പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ്, സെക്രട്ടറി KP സുപ്രഭ, വജ്രജൂബിലി ഫെലോഷിപ്പ് കൺവീനർ PH ഫീദ എന്നിവർ പങ്കെടുത്തു. മങ്കര മേഖലയിലും പരിസ്ഥിതി ദിനം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ അടക്കം നിരവധി വ്യക്തിത്വങ്ങൾ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. KSSPU ലക്കിടി പേരൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ലക്കിടി കുഞ്ചൻ സ്മാരക വായനശാലയിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ ഉണ്ട്. ഇതിനായിട്ട് ജീവിതം മാറ്റിവെച്ച ആൾക്കാർ ഒരുപാടുണ്ട്. നമ്മളൊക്കെ നോക്കാം, നമ്മുടെ പാലക്കാടിൻ്റെ ഒരു എംബിളായിരുന്നു കരിമ്പന, അല്ലേ? നമ്മുടെ പാലക്കാടിൻ്റെ എംബിളായിരുന്നു. പിന്നെ എവിടെ ചെന്നാലും കരിമ്പൻ്റെ ചിത്രം നമ്മൾ കാണാം. ലോകത്ത് എവിടെ ചെന്നാലും പാലക്കാടിൻ്റെ വന്നാൽ നമുക്ക് കരിമ്പൻ്റെ ചിത്രമാണ് കാണാം. യൂണിറ്റ് പ്രസിഡന്റ് G ജഗദീഷ് അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം KG അനിൽകുമാർ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ കർഷകൻ TK അശോകനെ ആദരിച്ചു. വിത്ത് വിതരണവും നടന്നു. ശുചീകരണവും നടത്തി. വത്സല ടീച്ചർ പ്രാർത്ഥന ചൊല്ലി. യൂണിറ്റ് സെക്രട്ടറി മേരിക്കുട്ടി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഹരി, M സേതു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വയോജന ഫോറം മങ്കര യൂണിറ്റിന്റെ നേതൃത്വത്തിലും പരിസ്ഥിതി ദിനം ആചരിച്ചു. പാതയോരങ്ങളിൽ വേപ്പിൻ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. പരിസ്ഥിതി സന്ദേശ പ്രതിജ്ഞയും ചൊല്ലി. വയോജന ഫോറം സെക്രട്ടറി ലീല ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓരോരോ വൃക്ഷത്തൈകൾ വെച്ച് നമ്മുടെ ഭൂപ്രകൃതി തന്നെ മാറ്റിമറിക്കാൻ പറ്റും. നല്ല ശുദ്ധവായു അതിനെ കിട്ടാനും ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ഞങ്ങൾ വയോജന മങ്കര യൂണിറ്റ് വയോജന അയൽക്കൂട്ടം, അതുപോലെ വയോജന സീനിയർ സിസ്റ്റർ ഫോറം എല്ലാവരും കൂടി ചേർന്ന് വൃക്ഷത്തൈ വയ്ക്കുകയാണ്. അതുപോലെ എല്ലാ ജൂൺ 5-നും വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കേരളപ്പിറവി അങ്ങനെ പല ദിവസങ്ങളിലും ഞങ്ങൾ തൈ വയ്ക്കുന്നുണ്ട്. അങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. PK പ്രഭാകരൻ, TR ബാലസുബ്രഹ്മണ്യൻ, A രചന, തങ്കമ്മ, PB അഭിനീഷ്, PR ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മങ്കര സർവീസ് സഹകരണ ബാങ്കും IFCOയും സംയുക്തമായി മങ്കര പഞ്ചായത്തിലെ സ്കൂളുകളിൽ വൃക്ഷത്തൈ വിതരണം നടത്തി. മങ്കര ഗവൺമെന്റ് ഹൈസ്കൂളിലും മാങ്കുറിശി സ്കൂളിലെയും 1000-ഓളം വരുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വൃക്ഷത്തൈ വിതരണം ചെയ്തു. ആര്യവേപ്പാണ് വിതരണം ചെയ്തത്. ബാങ്ക് പ്രസിഡന്റ് CB ഉദയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പോകുന്നത് രാവിലെ മങ്കര ഹൈസ്കൂളിൽ 500 വിതരണം നടന്നു. ബാക്കി വരുന്ന 500 മാങ്കുറിശി സ്കൂളിലും വിതരണം ചെയ്യുകയാണ്. മരങ്ങൾ മുറിക്കരുത് എന്നുള്ള സന്ദേശമാണ് ഇന്ന് പ്രകൃതി ദിനമായ ജൂൺ 5-ന് പറയാനുള്ളത്. PTA പ്രസിഡന്റ് KV ചെന്താമരാശൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബാങ്ക് സെക്രട്ടറി KB സുധീർ, KK രാധാകൃഷ്ണൻ, AR നിതിൻ, ഡയറക്ടർമാരായ KR ഷാജീവ്, KS സന്തോഷ് കുമാർ, VC ആദം, VR വിജയകുമാർ, IFCO ഫീൽഡ് അസിസ്റ്റന്റ് പ്രമോദ്, ഉമാശങ്കർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ പ്രകാശൻ സ്വാഗതവും
വി രാജീവ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തരിപ്പാല. അമ്പലപ്പാറയിൽ പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം ചെറുമുണ്ടശ്ശേരി AUP സ്കൂളിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ടീച്ചർ ഫലവൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ പഞ്ചായത്ത് തലത്തെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വിവിധ വകുപ്പുകൾ നടത്തുന്ന, വിവിധ സംഘടനകൾ നടത്തുന്ന വിവിധങ്ങളായ പരിപാടികൾ പല ഭാഗത്തുണ്ട്. അപ്പൊ അതില് നമുക്കൊരു ഒരു തൈ നടാം. അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് മഞ്ജു സ്വാഗതം പറഞ്ഞു. കൃഷി ഓഫീസർ ഷിബില, കൃഷി അസിസ്റ്റന്റ് പ്രമോദ്, വനമിത്ര അവാർഡ് ജേതാവ് അച്യുതാനന്ദൻ മാസ്റ്റർ, പ്രകാശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. എല്ലാ സമയത്തും നമുക്ക് ഇത് തന്നുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതി. അപ്പോൾ ഒരു ദിവസമെങ്കിലും, കൊല്ലത്തിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ പരിസ്ഥിതി വേണ്ടിയിട്ട് ഒരു ദിവസത്തേക്ക് നമ്മൾ എടുത്തു വെക്കണ്ടേ. അപ്പൊ പരിസ്ഥിതിയുടെ സംരക്ഷിക്കാനും, പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് പോലെ മാലിന്യങ്ങളൊന്നും ആരും വലിച്ചെറിയരുത്. ഇങ്ങനെ വലിച്ചെറിയിട്ടുള്ള പരിസ്ഥിതിയോടുള്ള നമുക്ക് അതിന്റെ പരിസ്ഥിതി ഇപ്പൊ നമുക്കെല്ലാം അറിയാം, കാലാവസ്ഥാ വ്യതിയാനം പോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കുഞ്ഞു മക്കളല്ലേ, നിങ്ങൾക്ക് വലുതാവണ്ടേ. അപ്പൊ അപ്പോഴും നിങ്ങൾക്ക് പരിസ്ഥിതി വേണ്ട. അതുപോലെ അടുത്ത തലമുറക്കൊക്കെ നമുക്ക് ഈ പരിസ്ഥിതി ഇതുപോലെ വേണം. അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിൽ പ്രതിജ്ഞ എടുക്കണം, പ്ലാസ്റ്റിക് പോലെ മാലിന്യങ്ങളൊന്നും ഞങ്ങൾ വലിച്ചെറിയില്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. KSSPU ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സായം പ്രഭ ഹോമിന്റെ പരിസരവും പഞ്ചായത്ത് ഗ്രൗണ്ട്, കവാട പരിസരവും ശുചീകരിച്ചു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം M രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംരക്ഷിക്കുക എന്നുള്ളത് ഇതിന് ആഘാതം വരുന്നത് മനസ്സിലാക്കിയിട്ടാണ് 1972 UNO അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. തുടർന്ന് ഓരോ കൊല്ലവും ഓരോ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രചരണവും ഇതിലെ പങ്കാളിത്തവും രാജ്യങ്ങളുടെ പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതിൻ്റെ ഭാഗമായി പൂർണ്ണമായ തോതിലല്ലെങ്കിൽ പോലും ഒരു ബോധവൽക്കരണവും ചെറുതായ രീതിയിലുള്ള നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യൂണിറ്റ് പ്രസിഡന്റ് KV ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KM ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ദിവ്യ ദിവാകരൻ, PM നാരായണൻ നമ്പൂതിരി, യൂണിറ്റ് ഭാരവാഹികളായ കമലം, CP ഉണ്ണികൃഷ്ണൻ, നന്ദകുമാരൻ, PV ശങ്കരനാരായണൻ, വേലായുധൻ, ലത ടീച്ചർ, രജിത കുമാരി, നീലകണ്ഠൻ നമ്പൂതിരി, അജയൻ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്തേവാസികളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പിരായിരി മേപ്പറമ്പിൽ റോഡിൽ തെന്നി വീണ ബൈക്ക് യാത്രികനായിരുന്ന യുവാവിന്റെ തലയിലൂടെ ലോറി കയറി യുവാവ് മരിച്ചു. പാലക്കാട് കല്ലേപ്പുള്ളി തെക്കുംമുറി മുനുസ്വാമി ദേവി ദമ്പതികളുടെ മകൻ 18 വയസ്സുള്ള ശക്തിവേലാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം നടന്നത്. പിരായിരി മേപ്പറമ്പ് 2-ാം മൈലിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് അപകടം നടന്നത്. റോഡിൽ തെന്നിമറിഞ്ഞ ബൈക്കിൽ നിന്ന് യുവാവ് തെറിച്ചു വീഴുകയായിരുന്നു. പാലക്കാട് കല്ലേപ്പള്ളി തെക്കുമുറി മുനുസ്വാമി ദേവി ദമ്പതികളുടെ മകൻ 18-കാരൻ ശക്തിവേലാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 5ഓടെയായിരുന്നു അപകടം. ബേക്കറിയിൽ സെയിൽസ്മാനായ ശക്തിവേൽ ബേക്കറിയിലേക്ക് പോകുന്ന വഴിയാണ് അപകടം നടന്നത്. നാട്ടുകാർ ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ട്രെയിനിൽ നിന്ന് പുഴയിലേക്ക് ചാടി മരിച്ചു. ചാലക്കുടി തിരുത്തിപ്പറമ്പ് സ്വദേശിനി 43 വയസ്സുള്ള സിന്ധോളാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് നിലമ്പൂർ കോട്ടയം പാസഞ്ചറിൽ നിന്ന് ചാലക്കുടി പുഴയിലേക്ക് ചാടുകയായിരുന്നു. ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി മൃതദേഹം കണ്ണമ്പുഴ ക്ഷേത്രത്തിന് സമീപത്തു നിന്നും കണ്ടെടുത്തു. പന്തളം സ്വദേശി ജയപ്രകാശിന്റെ ഭാര്യയാണ്. സിന്ധോൾ ചാലക്കുടി തിരുത്തിപ്പറമ്പിലാണ് താമസം. ചാലക്കുടിയിലേക്ക് ടിക്കറ്റ് എടുത്ത ഇവർ അവിടെ ഇറങ്ങിയില്ല. ചാലക്കുടി പുഴപ്പാലത്തിലെത്തിയപ്പോൾ ചാടുകയായിരുന്നു. 2-ാം തീയതിയാണ് ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലിക്കായി സിന്ധോൾ എത്തിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് നല്ലേപ്പിള്ളി ഒലിവുംപറ്റയിൽ സെൽവന്റെ മകൾ
സെൽഫിൻ്റെ മകൾ സമൃദ്ധയെയാണ് വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പ്രവേശനത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും ജോലിക്ക് പോയ സമയത്താണ് സംഭവം. തിരിച്ചു വന്നപ്പോഴാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായിൽ വീട്ടമ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി കരിയംകോട് ചുഴിയിൽ വീട്ടിൽ രാധാകൃഷ്ണന്റെ ഭാര്യ 51 വയസ്സുള്ള മല്ലികയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മക്കൾ ശാരിക, അഭിജിത്ത്. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ വാണിയംകുളത്തുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരനായ ചെറുതുരുത്തി സ്വദേശി 25 വയസ്സുള്ള റിഷാദിനാണ് പരിക്കേറ്റത്. കൂനത്തറ ഭാഗത്തു നിന്നും വന്ന കാറാണ് യുവാവിനെ ഇടിച്ചു തെറിപ്പിച്ചത്. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം നടന്നത്. സ്കൂട്ടർ യാത്രക്കാരനായ ചെറുതുരുത്തി സ്വദേശി 25 വയസ്സുള്ള റിൻഷാദിന് ഗുരുതരമായി പരിക്കേറ്റു. വാണിയംകുളത്തെ കൊറിയർ സർവീസ് ജീവനക്കാരനാണ് റിൻഷാദ്. കൂനത്തറ ഭാഗത്തു നിന്നും അമിതവേഗതയിൽ വന്ന കാർ എതിർദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന മറ്റൊരു കാറിലിടിച്ച ശേഷമാണ് സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചത്. റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന മറ്റൊരു ലോറിയുടെ പിറകുഭാഗത്ത് ഇടിച്ചാണ് കാർ നിന്നത്. സ്കൂട്ടർ യാത്രക്കാരൻ കാറിന്റെയും ലോറിയുടെയും ഇടയിൽ കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു. ലോറിയുടെ പിൻഭാഗത്തു നിന്നുമാണ് സ്കൂട്ടർ യാത്രക്കാരനെ പ്രദേശത്തുണ്ടായിരുന്നവർ വലിച്ചെടുത്തത്. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇയാളെ പ്രവേശിപ്പിച്ചു. തലയ്ക്കും കയ്യിനുമാണ് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് മെത്താഫിറ്റമിനും കഞ്ചാവുമായി യുവാവ് പിടിയിലായി. ഒറ്റപ്പാലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കൊപ്പം ചുണ്ടമ്പറ്റ മടയിൽ മുഹമ്മദ് അലിയാണ് പോലീസിന്റെ പിടിയിലായത്. യുവാവിൽ നിന്നും 8.96 ഗ്രാം മെത്താഫിറ്റമിനും 340 ഗ്രാം കഞ്ചാവും ആഡംബര കാറും പോലീസ് പിടിച്ചെടുത്തു. യുവാവിൽ നിന്ന് 8.96 ഗ്രാം മെത്താഫിറ്റമിനും 340 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തതായി പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ആഡംബര കാറിൽ പോകവെ വരോട് ഒറ്റപ്പാലം റോഡിൽ പോലീസിന്റെ ഡാൻസ് ഓഫ് സ്ക്വാഡ് തടയുകയായിരുന്നു. SI M സുനിലിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ മെത്താഫിറ്റമിനും കാറിന്റെ സീറ്റിനടിയിൽ നിന്നും കഞ്ചാവും കണ്ടെടുത്തു. ലഹരിമരുന്ന് സുഹൃത്തിൽ നിന്നാണ് ലഭിച്ചതെന്നാണ് യുവാവിന്റെ മൊഴി. സ്വർണം പൊട്ടിക്കലും വധശ്രമവും കളവും ഉൾപ്പെടെ യുവാവിന്റെ പേരിൽ ഒട്ടേറെ ക്രിമിനൽ കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ലഹരിമരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം വിപുലീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്ലാസ്റ്റിക്കിനെ നഗരത്തിൽ നിന്നും തൂത്തെറിഞ്ഞ് പകരം പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ മാലിന്യ സംസ്കരണം ഒരുക്കിയ ഒരു നഗരസഭയാണ് ഷൊർണൂർ നഗരസഭ. പ്ലാസ്റ്റിക് നിറഞ്ഞ വഴിയോരങ്ങളിൽ മനോഹരമായ പൂച്ചെടികളും റോഡരികിലും വീടുകളിലും വലിച്ചെറിയുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ നല്ല ജൈവവളമാക്കിയും നഗരസഭയിലെ പൊളിച്ചുമാറ്റിയ കെട്ടിടാവശിഷ്ടങ്ങൾ മനോഹരമായ പൂന്തോട്ടങ്ങളുമാക്കിയ കേരളത്തിലെ ആദ്യത്തെ നഗരസഭയുടെ നഗരക്കാഴ്ചകളിലേക്ക്. പ്ലാസ്റ്റിക്കിനെ തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ വിജയശില്പികൾ ഹരിതകർമ്മസേനയും നഗരസഭയുമാണ്. നഗരത്തിലെ വലിച്ചെറിയുന്നതും വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നതുമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേന ഖരമാലിന്യ ശേഖരണ കേന്ദ്രത്തിൽ എത്തിച്ചു കഴിഞ്ഞാലും ജോലികൾ തീരുന്നില്ല. പ്ലാസ്റ്റിക്കുകൾ തരംതിരിക്കുന്നതിന് പ്രത്യേക സംവിധാനമുണ്ട്. അത് കഴിഞ്ഞ പ്ലാസ്റ്റിക് പൊടിച്ചു തുടങ്ങും. ഷൊർണൂർ നഗരസഭയിൽ നിന്ന് ഞങ്ങൾ ഹരിതകർമ്മസേനകൾ 63 പേരുണ്ട് ഇപ്പോൾ നിലവിൽ. അവർ 33 വാർഡുകളിൽ നിന്നായിട്ട് 25 ടണ്ണോളം മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ആ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ നമ്മൾ HM, PP, LD അങ്ങനെ ഓരോന്നും വേർതിരിച്ച് ബൈൽ ചെയ്ത് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം കൊടുക്കുന്നത് ഒരു കമ്പനിക്കാണ്, പ്രൈവറ്റ് കമ്പനിക്കാണ് കൊടുക്കുന്നത്. ആ കമ്പനി കൃത്യമായ ഇടവേളകളിൽ അത് ഇവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. പിന്നെ ചെരുപ്പ്, ലെതർ അത്തരം സാധനങ്ങൾ റിജക്റ്റ് എന്ന രീതിയിൽ പുറത്തേക്ക് പോകുന്നുണ്ട്. അത് സിമെൻറ്റ് കമ്പനിക്കാണ് ഇതേ കമ്പനി തന്നെ കൊണ്ടുപോകുന്നത്. പിന്നെ കുറച്ച് MLP രീതിയിലുള്ള കവറുകളെല്ലാം നമ്മളിവിടെ പൊടിച്ച് റോഡ് ടാറിങ്ങിന് വേണ്ടിയിട്ടും കൊടുക്കുന്നുണ്ട്. ശേഖരിക്കുന്നവയിൽ 75% പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണെന്നാണ് ഹരിതകർമ്മസേന പറയുന്നത്. പ്രതിദിനം 1.5 ടൺ ഖരമാലിന്യങ്ങൾ ഷൊർണൂർ ഖരമാലിന്യ കേന്ദ്രത്തിൽ നിന്നും കയറ്റി അയക്കുന്നുണ്ട്. സിമന്റ് കമ്പനിക്കും ടാറിങ്ങിനുമാണ് ഇവിടെ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പോകുന്നത്. പ്ലാസ്റ്റിക് നിറഞ്ഞു കിടന്ന ഭാഗങ്ങളിലെല്ലാം അവയെല്ലാം നീക്കം ചെയ്ത് നല്ല മനോഹരമായ പൂന്തോട്ടങ്ങൾ നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. ഷൊർണൂർ നഗരസഭയാണ് കേരളത്തിലെ മാലിന്യമുക്ത ആദ്യ നഗരസഭയായി അംഗീകരിക്കപ്പെട്ടത്. കാരണം ഇവിടെ വളരെ നല്ല പ്രവർത്തനങ്ങളാണ് നമ്മൾ കാഴ്ചവെക്കുന്നത്. ജൈവവള സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുമ്പൂർ മൊഴി മാതൃക വളരെ നല്ല വിധത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. തുമ്പൂർ മൊഴി ചെയ്യുന്നതിന് അടിസ്ഥാനം ജൈവവളങ്ങൾ അടിയിൽ ഫുഡ് വേസ്റ്റും അങ്ങനെയുള്ള മാലിന്യങ്ങൾ അടിയിൽ നിരത്തിക്കൊണ്ട് അതിൻ്റെ മേലെ ചകിരിച്ചോറിട്ടുകൊണ്ട് വീണ്ടും ലെയറായി വീണ്ടും ചകിരിച്ചോറ് പുറമെ മാലിന്യങ്ങൾ ഇങ്ങനെ നിരത്തിക്കൊണ്ട് നല്ല ജൈവമാലിന്യം ഉണ്ടാക്കി നമുക്ക് പുറത്തേക്ക് സപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ
നമ്മളെ ഇവിടെ ഉള്ള പ്ലാന്റ് ചെടികൾക്കെല്ലാം നമുക്ക് ഇട്ടുകൊടുത്ത് നല്ല കൃഷിയായിട്ട് ചെയ്യാൻ നമുക്ക്. വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് നിക്ഷേപിച്ച് അതിനെ കൃഷിക്ക് ആവശ്യമായ നല്ല ജൈവവളമാക്കി മാറ്റും. നഗരസഭാ പരിധിയിൽ വളർത്തുമൃഗങ്ങൾ ചത്താലും അതിനെ ദുർഗന്ധം വമിക്കാത്ത തുമ്പൂർമുഴി രീതിയിൽ ജീർണിപ്പിച്ച് വളമാക്കി മാറ്റും. നഗരസഭയിലെ 63 ഹരിതകർമ്മസേന അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. നഗരസഭാ പരിധിയിലെ 12,000 വീടുകളിൽ നിന്നും 1700 സ്ഥാപനങ്ങളിൽ നിന്നുമായി 2000 കിലോ ഖരമാലിന്യങ്ങളാണ് ഇവിടെ ശേഖരിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വനം കാത്തുസൂക്ഷിക്കേണ്ട വനം വകുപ്പിന്റെ അകമല ഓഫീസ് അടച്ചുപൂട്ടി വർഷങ്ങൾ പിന്നിട്ടു. സമീപത്തെ വെറ്ററിനറി ക്ലിനിക്കിലും താഴ്വീണു. കെട്ടിടങ്ങൾ ഇപ്പോൾ സാമൂഹ്യവിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായി മാറിയിരിക്കുകയാണ്. ലോക പരിസ്ഥിതി ദിനം വരുമ്പോൾ വനം കാത്തു സംരക്ഷിക്കേണ്ട വനംവകുപ്പിന്റെ ഓഫീസും വെറ്ററിനറി ക്ലിനിക്കും അടച്ചുപൂട്ടി വർഷങ്ങൾ കഴിഞ്ഞു. സാമൂഹ്യവിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും താവളമായി മാറിയിരിക്കുകയാണ് ഇവിടം. അധികൃതർ ഇപ്പോഴും മൗനത്തിലാണ്. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലുള്ള കേരള വനം വന്യജീവി വകുപ്പ് തൃശൂർ ഡിവിഷൻ മച്ചാട് റേഞ്ച് അകമല ഫോറസ്റ്റ് സ്റ്റേഷനാണ് അവഗണനയിൽ. വർഷങ്ങൾക്ക് മുമ്പ് അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസ് അടച്ചുപൂട്ടി. അതിനുശേഷമാണ് വെറ്ററിനറി ക്ലിനിക്ക് അടച്ചുപൂട്ടിയത്. ഇപ്പോൾ വാഴാനി റേഞ്ചിന്റെ കീഴിലാണ്. തെക്കുംകര, മുള്ളൂർക്കര, പാഞ്ഞാൾ എന്നീ 3 പഞ്ചായത്തും വടക്കാഞ്ചേരി നഗരസഭയും ഇതിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ വന്യമൃഗങ്ങൾക്ക് അപകടങ്ങൾ പറ്റുകയോ മൃഗങ്ങൾ ജനങ്ങളെ ആക്രമിക്കുകയോ ചെയ്താൽ കിലോമീറ്ററുകൾ താണ്ടി വേണം ഉദ്യോഗസ്ഥർ ഇവിടെ എത്താൻ. ഇതുകൂടാതെ അകമല സ്റ്റേഷനിൽ നിരവധി അപൂർവ തേക്ക് മരങ്ങളും മറ്റും ഉണ്ട്. ഈ സ്റ്റേഷൻ ഇവിടെ നിന്ന് മാറ്റിയതോടെ തേക്കുമരം മോഷണം വ്യാപകമാണ്. മോഷ്ടാക്കളെ പിടിച്ച് നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുന്നുണ്ടെങ്കിലും നിർബന്ധമായും ഒരു സ്റ്റേഷൻ ഇവിടെ വേണമെന്നാണ് ജനങ്ങളും പരിസ്ഥിതി പ്രവർത്തകരും പറയുന്നത്. നിരവധി തവണ നിവേദനം കൊടുത്തിട്ടും വനംവകുപ്പ് മൗനത്തിൽ തന്നെയാണ്. സമാന രീതിയിൽ തന്നെയാണ് അകമല വെറ്ററിനറി ക്ലിനിക്ക് അടച്ചുപൂട്ടിയിട്ട് 1 വർഷമാകുന്നു. 2024 ജൂൺ 12 അകമല വനം ക്ലിനിക്കിലേക്ക് വൈൽഡ് ലൈഫ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ കത്ത് പ്രകാരം സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വെറ്ററിനറി സർജനെ നിയമിച്ചിരുന്നു. അകമല ക്ലിനിക്കിൽ സഹായികളും സൗകര്യവും വാഹനവും ഇല്ലെന്ന കാരണത്താൽ തൃശൂരിലെ ഓഫീസിലാണ് ഈ വനം അസിസ്റ്റന്റ് വെറ്ററിനറി ഓഫീസറുടെ സേവനം. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാട്ടിലിറങ്ങി പിടിയിലാകുന്ന വന്യജീവികൾക്ക് ആവശ്യമായ ചികിത്സ അകമലയിലെ വനം വെറ്ററിനറി ക്ലിനിക്കിൽ നൽകിയിരുന്ന കാലമുണ്ടായിരുന്നു. 1 വർഷത്തോളമായി വെറ്ററിനറി ക്ലിനിക്കിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ഒരു വെറ്ററിനറി ഓഫീസറും വന്യജീവി പരിചരണത്തിൽ പരിചയസമ്പന്നരായ 2 സഹായികളും ഇവിടെയുണ്ടായിരുന്നു. അവരെയെല്ലാം പിന്നീട് പിരിച്ചുവിട്ടു. 5 വർഷം മുൻപാണ് അകമലയിൽ വനംവകുപ്പിന്റെ സ്റ്റേഷൻ കെട്ടിടം 7 ലക്ഷം രൂപ ചിലവിൽ പുതുക്കി ക്ലിനിക്ക് തുടങ്ങിയത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ആശുപത്രികളിൽ മൃഗങ്ങളെ പാർപ്പിച്ച് ചികിത്സിക്കാൻ സൗകര്യമില്ല. ഇതിനു പരിഹാരമായിട്ടാണ് തൃശൂർ വനം ഡിവിഷൻ അകമലയിൽ ക്ലിനിക്ക് ആരംഭിച്ചത്. നെല്ലിയാമ്പതി, ചാലക്കുടി, നെന്മാറ, പാലക്കാട് ഡിവിഷനുകളിൽ നിന്ന് ധാരാളം പക്ഷിമൃഗാദികളെ ചികിത്സയ്ക്കായി ഇവിടെ കൊണ്ടുവന്നിരുന്നു. 5 ലക്ഷം രൂപ ചെലവിട്ട് ശസ്ത്രക്രിയ അടക്കമുണ്ടായിരുന്നു. ക്ലിനിക്ക് അടച്ചുപൂട്ടിയതോടെ ഇവിടെയുണ്ടായിരുന്ന വാഹനം വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസ് ഏറ്റെടുത്തു. അവിടെ ഉപയോഗിച്ചിരുന്ന കാലാവധി കഴിഞ്ഞ വാഹനം ക്ലിനിക്കിന് മുന്നിൽ ഇപ്പോഴും തുരുമ്പ് പിടിച്ചു കിടക്കുന്നുണ്ട്. എല്ലാത്തിനും കാരണം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്നും അധികൃതർ ഇനിയും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇവിടെ ഇനിയും തേക്കുമരങ്ങളുടെ മോഷണ പരമ്പര തന്നെ ഉണ്ടാകുമെന്നും ബയോ നാച്ചുറൽ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ KM അബ്ദുൽസലാം പറഞ്ഞു. ുള്ള വികസനമാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം സർക്കാരിൻ്റെ കോടികൾ മുടക്കി വെറ്റിനറി ക്ലിനിക്കും അതുപോലെ തന്നെ അകമല ഫോറസ്റ്റ് സ്റ്റേഷനും ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ നിർത്തലാക്കിയിട്ട് 3-4 വർഷം കഴിഞ്ഞു. 4-5ാമത്തെ വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വനം പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം നാം ഈ ഒരു ദിനാചരണങ്ങളിൽ ഒതുക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ആശയങ്ങൾ അത് ഒരുപക്ഷെ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കൂടുതലായിട്ടുണ്ടാവുന്നത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ പരിസ്ഥിതിയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ വനം വകുപ്പ് എടുക്കണം. ഈ വൈകിയ വേളയിലെങ്കിലും വനം വകുപ്പ് കൃത്യമായി വനം പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ ഇടപെട്ടില്ലെങ്കിൽ നമുക്ക് നിലവിലുള്ള വനം അല്ലെങ്കിൽ നിലവിലുള്ള എൻവയോൺമെൻറ്റ് പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് എന്ന്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം ജുമാ മസ്ജിദിലെ കവർച്ച പ്രതിയുമായി ഒറ്റപ്പാലം പോലീസ് തെളിവെടുപ്പ് നടത്തി. കേസിൽ റിമാൻഡിലായ ഈസ്റ്റ് ഒറ്റപ്പാലം കാളംതൊടിയിൽ 28-കാരൻ അബൂബക്കറിനെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് പള്ളിയിലും മോഷ്ടിച്ച പണം കൊണ്ട് കാർ വാങ്ങിയ കല്ലേക്കാട് ഷോറൂമിലും എത്തിച്ച് തെളിവെടുത്തത്. മതിൽ ചാടി പള്ളിയുടെ കോമ്പൗണ്ടിൽ പ്രവേശിച്ചെന്നും ഓഫീസിലെ CCTV ക്യാമറയുടെ കണക്ഷൻ കേബിൾ വലിച്ചു പൊട്ടിച്ച ശേഷം വാതിലിന്റെ പൂട്ട് തകർത്താണ് ഓഫീസിനുള്ളിൽ പ്രവേശിച്ചതെന്നും പണം മോഷ്ടിച്ചതെന്നും പ്രതി പോലീസിനോട് വിവരിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. തനിക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്ന ആവശ്യവുമായി പ്രതി മോഷണം നടന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ പള്ളിയിലെത്തിയിരുന്നു. ഈ ഘട്ടത്തിലാണ് ഓഫീസിനുള്ളിൽ പണം
സൂക്ഷിച്ച കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് മോഷണത്തിനു വേണ്ടി ഈസ്റ്റ് ഒറ്റപ്പാലത്ത് എത്തുകയും മണിക്കൂറുകളോളം സമീപത്തെ മറ്റ് ബിൽഡിംഗുകളിൽ ഉൾപ്പെടെ ഒളിഞ്ഞു നിൽക്കുകയും പള്ളിയിലെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തു. ആളൊഴിഞ്ഞ തക്കം നോക്കിയാണ് പള്ളിയുടെ മതിൽ ചാടി മോഷണം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് വിവരിച്ചു. മോഷണശേഷം കല്ലേക്കാട് നിന്നും സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുകയും കാറിൽ രക്ഷപ്പെടാൻ മണ്ണാർക്കാട് നിന്നും അട്ടപ്പാടിയിലേക്ക് പോകുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലായത്. SIമാരായ M. സുനിൽ, K. ഹരിദേവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്. മോഷ്ടിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ കാർ തിരിച്ചുകൊടുത്ത് ഷോറൂമിൽ നിന്നും പണം തിരികെ കൈപ്പറ്റിയതായി പോലീസ് അറിയിച്ചു. ബാക്കി പണം പ്രതിയുടെ കയ്യിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് ജില്ലയിലെ ജലസംരക്ഷണ പദ്ധതിയായ നീർധാര പദ്ധതിയുടെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടന്നു. മന്ത്രി M. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ ആശയം എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ളത് ഇവിടെ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. തൃത്താലയിലെ ജനപ്രതിനിധിയായി വന്നപ്പോൾ അവിടുത്തെ ഏറ്റവും രൂക്ഷമായ പ്രശ്നം വെള്ളത്തിൻ്റെ. സാധാരണ എനിക്കൊന്ന് പാലക്കാടിന്റെ കിഴക്കൻ മേഖലയിലേക്കാൾ രൂക്ഷമായിരുന്നു. ഇവിടെ ആണ്, കാരണം ഇവിടെ ഫെബ്രുവരി മാർച്ചിലല്ലേ വെള്ളക്ഷാമം തുടങ്ങും. അവിടെ ജനുവരി ആകുമ്പോൾ, ഡിസംബർ ആകുമ്പോൾ തന്നെ തുടങ്ങും. അതായിരുന്നു സ്ഥിതി. ഞാനും നേരത്തെ വിചാരിച്ചിരുന്നത് ഏറ്റവും വലിയ ക്ഷാമം ഈ ചിറ്റൂരിലാണ് എന്നാണ്. അതെ, പക്ഷെ ഇവിടെ മഴയ്ക്ക് കുറവുണ്ടായിട്ടല്ല, നല്ല മഴ കിട്ടിയിട്ട് ഞങ്ങളൊരു 10 വർഷത്തെ ആവറേജ് മഴയുടെ കണക്കെടുത്തു. അല്ലെ, 2019 ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത്. 2019. പക്ഷെ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയ കാലത്ത് നല്ല ജലക്ഷാമമാണ്. അപ്പൊ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമിയുടെ ചെരിവ് കാരണം, ഭൂപ്രകൃതിയുടെ പ്രത്യേകത കാരണം മഴ നേരെ കുത്തി ഒഴുകി പുഴയിലേക്കാണ് വെള്ളം എത്തുന്നത്, ഭൂമിക്കടിയിൽ വെള്ളം എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് വെള്ളം സ്റ്റോർ ചെയ്യണം, ഭൂമിയിൽ വെള്ളം സംഭരിക്കാനുള്ള സംവിധാനം എടുക്കണം എന്ന് കാണാം. വൈദ്യുത വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഒരു തൈ നടാം പനപർവം ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി K. കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. സുസ്ഥിര തൃത്താല ജലസംരക്ഷണ മാതൃകയിൽ ജില്ലാതലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വരുന്ന 2 വർഷ കാലയളവിൽ ജില്ലയിലെ ഉപരിതല ജലലഭ്യതയിലും ഭൂജല വിതാനത്തിലും കാര്യമായ മുന്നേറ്റം കൈവരിക്കുകയാണ് നീർധാര പദ്ധതിയുടെ ലക്ഷ്യം. പരിപാടിയിൽ ജില്ലയിലെ MP മാർ, MLA മാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചുട്ടുപൊള്ളുന്ന ഭൂമിക്ക് തണലൊരുക്കാനും അന്യം നിന്നുപോകുന്ന ഔഷധ സസ്യങ്ങളെ സംരക്ഷിക്കുന്നതിനും കോട്ടായി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ യജ്ഞം ശ്രദ്ധേയമായി. പലവിധ ഔഷധ ചെടികളും ഫലവൃക്ഷ തൈകളുമായി 5000 ചെടികളാണ് സൗജന്യ വിതരണത്തിന് തയ്യാറാക്കിയത്. തൈ നടുന്നതിലല്ല കാര്യം, നട്ട തൈ സംരക്ഷിക്കുന്നതിലാണ് എന്ന ഓർമ്മപ്പെടുത്തലും നടത്തുന്നുണ്ട്. 3 മാസം മുമ്പാണ് ഇവർ തൈ മുളപ്പിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചത്. സൗജന്യമായി തൈ വിതരണം ചെയ്യുമ്പോൾ ഒറ്റ കാര്യം മാത്രം ഓർമ്മിപ്പിച്ചു: തൈ നടുന്നതിലല്ല കാര്യം, നട്ട തൈകൾ പരിപാലിച്ച് സംരക്ഷിക്കുന്നതാണ്. പരിസ്ഥിതി ദിനമാണ്. അതുമായി ബന്ധപ്പെട്ട ക്ലാസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് നല്ല പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. അയ്യച്ചാടി കുട്ടികളുടെ പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് പഞ്ചായത്തിൻ്റെ വകയായിട്ട് കുട്ടികൾക്ക് തെയ്യുണ്ട്. അത് വിതരണം ചെയ്യാൻ വേണ്ടി ഒന്നാണ്. എല്ലാവർക്കും ഈ ലോക പരിസ്ഥിതി ദിന ആശംസകൾ. മൃഗാശുപത്രി വളപ്പിൽ 5000-ഓളം പലവിധ ഔഷധ ചെടികളും വൃക്ഷത്തൈകളും മുളപ്പിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും സൗജന്യമായാണ് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പത്തിരിപ്പാല പൂക്കോട്ടുകുന്ന് റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നിർമ്മിച്ച അഴുക്കുചാൽ നിർമ്മാണ പ്രവൃത്തികൾ ലക്കിടി പേരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. നിർമ്മാണ പ്രവൃത്തിയിലെ അപാകതയും അശാസ്ത്രീയവുമാണെന്ന് ആരോപിച്ചായിരുന്നു മണ്ഡലം കമ്മിറ്റി പ്രവൃത്തി തടഞ്ഞത്. റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാനായി 1.5 വർഷം മുൻപ് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് അഴുക്കുചാൽ നിർമ്മാണം നടത്തിയിരുന്നെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ല. മൂടാതെ കിടന്ന അഴുക്കുചാൽ വെള്ളം കെട്ടി കൊതുക് വളർത്തൽ കേന്ദ്രം കൂടിയായതോടെ കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യവകുപ്പിന് പരാതി നൽകി. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് അഴുക്കുചാൽ മൂടാനായി ബ്ലോക്ക് പഞ്ചായത്ത് വീണ്ടും 10 ലക്ഷം രൂപ അനുവദിച്ചത്. എന്നാൽ ഇതൊന്നും വെള്ളക്കെട്ടിന് പരിഹാരം കാണാനാകില്ലെന്നും അശാസ്ത്രീയമായ നിർമ്മാണമാണെന്നും ആരോപിച്ചായിരുന്നു തടഞ്ഞത്. എന്നാൽ ശാശ്വത പരിഹാരമാണ് കാണേണ്ടതെന്നും പരിഹാരമുണ്ടാകുന്നതുവരെ നിർമ്മാണം നടത്തരുതെന്നും ആവശ്യപ്പെട്ട് BDOയ്ക്കും ജില്ലാ കളക്ടർക്കും കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകി. മണ്ഡലം പ്രസിഡന്റ് K. പ്രേമൻ, P. K. റഷീദ്, UP രവി, PP പാഞ്ചാലി, UP രാജു, സ്വാമിനാഥൻ, PK സൈനുദ്ദീൻ, NP വിജി, M. ഫിറോസ്, PM മുഹമ്മദ് റാഫി എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 1 വർഷം മുമ്പ് പണിത ഒരു അഴുക്കുചാലാണ്. ഒരു അഴുക്കുചാല് ശാസ്ത്രീയമായി പണിയാതെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഒരു കൊതുക് വളർത്തൽ കേന്ദ്രം പോലെ കൊതുക് വളർത്താൻ വേണ്ടിയുള്ള ഒരു അഴുക്കുചാലാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ അശാസ്ത്രീയത കാണിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷക്കാലത്ത്
ലക്കിടിപ്പേര് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു പ്രതിഷേധ സമരം നടത്തിയിരുന്നു. ഈ വെള്ളം ഒഴുകിപ്പോകാൻ ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. മരിക്കും മുൻപേ 1 കോടി മരം നടണമെന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്ന പച്ചപ്പിൻ്റെ തോഴനില്ലാത്ത ആദ്യ പരിസ്ഥിതി ദിനം. കല്ലൂർ ബാലൻ്റെ അഭാവത്തിൽ ശോകമുഖമായി വനമേഖല. കരിമ്പനയുടെ നാടായ പാലക്കാടിൻ്റെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ പുറമ്പോക്ക് സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും പുഴയോരങ്ങളിലും തോട്ടിൻ കരകളിലുമായി 1 കോടി കരിമ്പന തൈകൾ നട്ടുപിടിപ്പിക്കാനുള്ള യജ്ഞത്തിലായിരുന്നു ബാലൻ. ഭൂമിയിൽ ഫലവൃക്ഷമില്ലാതെ 1 ഇഞ്ച് സ്ഥലവും തരിശായി കാണാൻ ഇടവരരുത് എന്ന നിർബന്ധ ബുദ്ധിയായിരുന്നു അദ്ദേഹത്തിന്. വൃക്ഷമില്ലെങ്കിൽ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ശ്വസിക്കാനുള്ള ശുദ്ധവായു ഇല്ലാതെ കുപ്പിവെള്ളം വില കൊടുത്തു വാങ്ങുന്നത് പോലെ ഓക്സിജൻ ബോട്ടിൽ വാങ്ങേണ്ട ഗതികേടിലേക്ക് എത്തിപ്പെടുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. തേനൂർ അയ്യർമലയിലും ചുടിയൻമലയിലും നിരനിരയായി വളരുന്ന കരിമ്പന തൈകൾ കാണുന്നവർക്ക് കല്ലൂർ ബാലനെ ഓർക്കാതെ അതുവഴി കടന്നു പോകാനാകില്ല. കല്ലൂർ ബാലൻ്റെ അഭാവം ഏറ്റവും കൂടുതൽ ബാധിച്ചത് വനമേഖലയിലെ വന്യജീവികൾക്കും പക്ഷിക്കൂട്ടങ്ങൾക്കുമാണ്. എന്നും രാവിലെയോ വൈകുന്നേരമോ മുറതെറ്റാതെ സ്വന്തം വാഹനത്തിൽ പഴക്കടകളിൽ നിന്നും ശേഖരിച്ച പഴങ്ങൾ വനമേഖലയിലെത്തിച്ച് വനജീവികൾക്ക് ഇട്ടുകൊടുക്കുന്നതിനാൽ അവയുടെ ജീവിതം സുഭിക്ഷമായിരുന്നു. ബാലൻ്റെ മരണത്തോടെ അവ മുഴുപട്ടിണിയിലായി. കുറച്ചു ദിവസമൊക്കെ ബാലൻ്റെ പതിവ് പഴവും കാത്ത് ഇരിപ്പായിരുന്നു. ദിവസങ്ങൾ നീണ്ടപ്പോൾ അവ തീറ്റ തേടി മല കയറി. അയ്യർമല കോങ്ങാട് റൂട്ടിൽ യാത്ര ചെയ്യുന്നവർക്ക് ബാലൻ്റെ അന്തേവാസികളായ വാനരപ്പടയെ കൺകുളിർക്കെയുള്ള കാഴ്ചയായിരുന്നു. ബാലൻ പോയതോടെ എല്ലാം കാലയവനികയ്ക്കുള്ളിലായി. ന്യൂസ് ബ്യൂറോ കോട്ടായി. അരങ്ങ് 2025 ജില്ലയിൽ 1ാം സ്ഥാനം നേടിയ പെരിങ്ങോട്ടുകുറിശി കുടുംബശ്രീ CDSനെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. CDSലെ 81 കലാകാരികൾക്കും സമ്മാനങ്ങൾ നൽകിയാണ് അനുമോദിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി സദസ്സ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ബിന്ദു അധ്യക്ഷത വഹിച്ചു. മുൻ MLA AV ഗോപിനാഥ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൗലോസ്, പഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ്, സുഷമ, കമലം, സുനിത എന്നിവർ സംസാരിച്ചു. ശശികല സ്വാഗതവും യമുന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടായി. ബലിപെരുന്നാളിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ കാലിച്ചന്തകളിൽ കച്ചവടക്കാരുടെ തിരക്കാണ് പതിവ്. എന്നാൽ ഇത്തവണ പല കാരണങ്ങളാൽ കാലി വിൽപ്പന കുത്തനെ ഇടിഞ്ഞു എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. കാലിക്കച്ചവടത്തിന് പേരുകേട്ട വാണിയംകുളം ചന്തയിലും പതിവ് തെറ്റിച്ച് ഇക്കുറി കച്ചവടം കുറഞ്ഞു. കാലിക്കച്ചവടത്തിൽ പേരും പെരുമയും ഉയർത്തിയ നാടാണ് വാണിയംകുളം. സംസ്ഥാനത്തെ വലിയ ചന്തകളിൽ ഒന്ന്. എല്ലാ വർഷങ്ങളിലും കച്ചവട പെരുമ ഉയർത്തിയ വാണിയംകുളം കാലിച്ചന്തയിലെത്തിയ കച്ചവടക്കാർക്ക് വ്യാഴാഴ്ച ചന്ത നിരാശയാണ് സമ്മാനിച്ചത്. പതിവ് പെരുന്നാളിന് മുമ്പുള്ള ചന്തയ്ക്ക് എത്താറുള്ള പല ദിക്കിൽ നിന്നുള്ള ലോഡുകളും ഇക്കുറി എത്തിയില്ല. പൊതുവെ ആന്ധ്ര, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ നിന്നാണ് കന്നുകാലികളെ ഇറക്കാറുള്ളത്. നാടൻ കന്നുകളും എത്താറുണ്ട്. ഇത്തവണ ഇതിലും കുറവുണ്ടായി. വരവ് കുറഞ്ഞതോടെ മാർക്കറ്റിലെ വിലയിലും വർധനവുണ്ടായി. അന്യസംസ്ഥാനങ്ങളിലെ കന്നുകളെ കയറ്റിവരുന്ന വാഹനങ്ങൾ പലയിടങ്ങളിലും തടയുന്നതുൾപ്പെടെയുള്ള പ്രതിസന്ധികൾ ലോഡുകൾ കുറയുന്നതിന് കാരണമായെന്ന് ഓൾ കേരള കാറ്റിൽ മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി യൂസഫ് പറഞ്ഞു. പ്രതീക്ഷിച്ച കച്ചവടം ലഭിച്ചില്ലെന്ന് തന്നെയാണ് മറ്റു കച്ചവടക്കാരും പറയുന്നത്. ഇതുപോലെ വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മാടുകൾ വരവ് വളരെ കുറവാണ്. അത് ബക്രീദുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര, അതുപോലെ തന്നെ കർണാടക, ആന്ധ്ര, മറ്റുള്ള ഭാഗങ്ങളിൽ, അതേമാതിരി ഒറീസ, ഈ ഭാഗങ്ങൾക്ക് ഒരു വിഭാഗം ആളുകൾ 1-ാം തീയതി മുതൽ ചെറുക്കഴിഞ്ഞ വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തി പിന്നെ ലോഡ് കയറ്റണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തി. അത് വളരെ ഈ മേഖലയെ വളരെ സ്തംഭനാവസ്ഥയിൽ എത്തിച്ചു. ഇപ്പോൾ പെരുന്നാളിൻ്റെ ചന്ത ലാസ്റ്റ് ചന്തയാണ്. വളരെ പ്രയാസപ്പെട്ടു. മാടുകൾക്കൊക്കെ വിലയും കൂടിയിട്ട്, മാർക്കറ്റിന് വില കൂടി, ഇഷ്ടാനുസരണം ജനങ്ങൾക്ക് മുതൽ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ ഇനി എന്താണ് അവസ്ഥ എന്ന് ഞങ്ങളറിയില്ല. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അന്യ സംസ്ഥാനം ഡിപ്പെൻഡ് ചെയ്യുന്ന കേരളത്തിൽ മൊത്തത്തിൽ നമ്മളൊക്കെ ബിസിനസ് നടത്തുന്നത്. ഇപ്പോഴത്തെ റേറ്റിനൊക്കെ 400 രൂപയുടെ മേലെ റേറ്റ് വരുന്നുണ്ട്. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അതിൻ്റേതായ മറ്റേ കാര്യങ്ങളായ സാധനങ്ങളുമുണ്ട്. എല്ലാം അതിന് പറ്റുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ലേസർ റേറ്റ് കൂടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നടന്ന സുപ്രധാന സർജറി വിജയകരമായി പൂർത്തീകരിച്ചു. ഡോക്ടർ അനിമയും ഡോക്ടർ സിത്താരയും അടങ്ങുന്ന സംഘമാണ് സർജറിക്ക് നേതൃത്വം നൽകിയത്. കൺജങ്ക്റ്റീവ് എന്ന നേത്രപാളിയുടെ അടിയിൽ നിന്നാണ് ഡയറോഫിലേറിയ എന്ന മൈക്രോഫിലേറിയ വിഭാഗത്തിൽപ്പെട്ട വിരയെ എടുത്തുകളഞ്ഞത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ അനിമയും ഡോക്ടർ സിത്താരയും അടങ്ങുന്ന സംഘമാണ് സർജറി നടത്തി വിരയെ നീക്കം ചെയ്തത്. ഇരുവരെയും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആശുപത്രിയിലെത്തി അനുമോദിച്ചു. ഈ വിര കുറച്ചു ദിവസം കൂടി ഉണ്ടായിരുന്നാൽ കുട്ടിയുടെ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കുമായിരുന്നുവെന്ന് ഡോക്ടർമാർ പറഞ്ഞു. സുപ്രധാന സർജറി വിജയകരമായി പൂർത്തീകരിച്ച് കുട്ടിയുടെ കാഴ്ച തിരിച്ചു നൽകിയ ഡോക്ടർമാരെയും ജീവനക്കാരെയും കെ പ്രേംകുമാർ MLA ആശുപത്രിയിലെത്തി അഭിനന്ദിച്ചു.
ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് നേതൃത്വം നൽകുന്ന പുതിയതായി ചാർജെടുത്ത സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂരിനെ സന്ദർശിക്കുകയും ആശുപത്രിയിലെ വികസനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് MLA അറിയിച്ചു. ചെറിയ തോതിൽ മങ്ങലേറ്റ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം പഴയ പ്രതാപത്തിൽ എത്താൻ തുടങ്ങിയതിന്റെ ഉദാഹരണമാണ് ഡോക്ടർമാരുടെ നല്ല ഇടപെടൽ. ഓഫീസ് പ്രവർത്തനത്തിലും ആശുപത്രിയുടെ പ്രവർത്തനത്തിലും സൂപ്രണ്ടിന്റെ വരവോടെ മാറ്റം വരുന്നുണ്ട്. ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിയപ്പോൾ ഇവിടെ പുതിയ സൂപ്രണ്ടിനെ അടുത്ത ദിവസം തന്നെ നിയമിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. മന്ത്രിയുടെ ഇടപെടൽ ജനങ്ങൾക്ക് വളരെ സഹായകരമാകുന്നുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ കെ ജാനകി ദേവി, വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ OP കാഷ്വാലിറ്റി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വന്നതിന് ശേഷം വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അന്ന് തന്നെ നമ്മളോട് പറഞ്ഞു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് ഒരു പുതിയ സൂപ്രണ്ടിനെ നിയമിക്കാൻ വേണ്ടി പോകുന്നു എന്നതാണ്. സൂപ്രണ്ടിനെ നമുക്ക് ലഭിച്ചു. സൂപ്രണ്ട് വന്നതിന് ശേഷം ഓഫീസിന്റെ പ്രവർത്തനങ്ങളും ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളും വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടക്കം എന്ന നിലക്കാണ് ഇന്ന് ഡോക്ടർമാർക്കുൾപ്പെടെ അഭിമാനിക്കാൻ കഴിയും വിധത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും കഴിഞ്ഞകാല പ്രൗഢിയിലേക്ക് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മാറും. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം സൂപ്രണ്ട് ഉൾപ്പെടെ നടത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലോക പരിസ്ഥിതി ദിനത്തിൽ പട്ടാമ്പി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് മഴക്കോട്ടും സമ്മാനങ്ങളും നൽകി ആദരിച്ചു. 25 പേർക്കാണ് മഴക്കോട്ട് വിതരണം ചെയ്തത്. ഒരു ദിവസത്തിൽ മാത്രം ആചരിക്കേണ്ട ഒന്നല്ല പരിസ്ഥിതി ദിനം. ആരോഗ്യകരമായ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഈ മണ്ണിൽ ജീവിക്കാൻ സാധിക്കൂ. പുതിയൊരു തലമുറയ്ക്കായി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന തൊഴിലാളികളാണ് യഥാർത്ഥ പോരാളികൾ. അത്തരക്കാരെ ആദരിക്കേണ്ടതുണ്ടെന്ന സന്ദേശവുമായാണ് പട്ടാമ്പി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ ശുചീകരണ തൊഴിലാളികളെ ആദരിച്ചത്. ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. നെൽച്ചാലുകളെ അതിൻ്റെ ഒഴുക്കിനെ യഥാർത്ഥ രീതിയിലാക്കിക്കൊണ്ട് നമ്മൾ ഭൂമിയെ സംരക്ഷിക്കുകയാണ്. പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നത് ഇപ്രാവശ്യത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രത്യേകത തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ എൻഡ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കാൻ അതിൻ്റെ ഇന്നത്തെ ഒരു അവസാനം എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അത്തരത്തിലുള്ളൊരു ദിവസം തന്നെ കവിത ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി ഷോറൂമിൽ നിന്ന് നമുക്ക് പട്ടാമ്പി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് റെയിൻ കോട്ട് അനുവദിച്ചിരിക്കുകയാണ്. ഈ ശുചീകരണ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ പുലർച്ചെ 4 മണി മുതൽ തുടങ്ങി അവർ വൈകുന്നേരം വരെ അവർ നമ്മുടെ റോഡും മറ്റു ഭാഗങ്ങളും എല്ലാ സ്ഥലങ്ങളും ശുചീകരിക്കുന്ന ആളുകളാണ്. മഴക്കോട്ട്, ടിഫിൻ ബോക്സ് അടക്കമുള്ള സമ്മാനങ്ങൾ 25 ശുചീകരണ തൊഴിലാളികൾക്ക് ചെയർപേഴ്സൺ വിതരണം ചെയ്തു. വൈസ് ചെയർമാൻ TP ഷാജി അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജർ നിഷാന്ത്, മാർക്കറ്റിംഗ് മാനേജർ ജനാർദ്ദനൻ, കാർത്തിക്, അഫ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി നഗരസഭ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട് ചീഫ് മാനേജർ രാംദാസ് പറഞ്ഞു. വൃത്തിയുടെ കാര്യത്തിൽ പട്ടാമ്പി നഗരസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാധാന്യം നൽകുന്ന ഒരു നഗരസഭ തന്നെയാണ്. ഏത് മേഖലകളിൽ നോക്കിയാലും നമുക്ക് ഈ മാലിന്യങ്ങളും അതേപോലെ കൂമ്പാരം കൂടി നിൽക്കുന്ന മാലിന്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു നഗരസഭയിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ നഗരസഭയിലെ ആളുകൾ വന്നിട്ട് നമ്മളോട് ഇതേപോലെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളത് 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു നഗരസഭയിൽ ഈ ഒരു ശുചിത്വത്തിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് ഒരു അവസരം തന്ന നഗരസഭയോട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിൽ വലിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി മെഹന്തി ഫെസ്റ്റ് 2K25 സംഘടിപ്പിച്ചു. സ്കൗട്ട്, അലിഫ് അറബിക് എന്നിവയുടെ നേതൃത്വത്തിൽ ആയിരുന്നു ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. പ്രീ പ്രൈമറി, LP, UP വിഭാഗങ്ങളിലായി നടത്തിയ ഫെസ്റ്റ് പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പ്രധാന അധ്യാപകൻ ശാന്തിലാൽ, K മുഹമ്മദ് റിയാസ് മാസ്റ്റർ, നിമിഷ ടീച്ചർ, ഫെബിന ടീച്ചർ എന്നിവർ വിജയികളെ അനുമോദിച്ചു. സർക്കാർ നിർദ്ദേശാനുസരണം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഔദ്യോഗിക വാഹനത്തിലുള്ള പതിവ് യാത്ര ഒഴിവാക്കി നടന്നായിരുന്നു നഗരസഭയിലെത്തിയത്. നിരത്തുകളിൽ ഒരു പരിധിവരെ ഇന്ധനങ്ങൾ നിറച്ചുള്ള വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും ജയപ്രകാശ് പറഞ്ഞു. നിരത്തുകളിലെ വാഹനങ്ങളിൽ നിന്നുമുള്ള മലിനമായ പുക പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. ശുദ്ധമായ ഓക്സിജന്റെ അളവ് ദിനംപ്രതി കുറഞ്ഞു വരികയാണ്. വൃക്ഷങ്ങൾ വെട്ടിനശിപ്പിക്കുന്നത് പ്രകൃതിയെ നാശത്തിലേക്ക് നയിക്കും.
പരിസ്ഥിതി ദിനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല മരങ്ങളുടെ സംരക്ഷണവും വൃക്ഷത്തൈ നടീലുമെന്നും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും ചെയർമാൻ പറഞ്ഞു. മരങ്ങൾ വെച്ച് വളർത്തി കൊണ്ടുവരേണ്ടത് ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് വായു മലിനീകരണം. നിരത്തുകളിലെ ഇന്ധനങ്ങൾ നിറച്ചുള്ള വാഹനങ്ങളുടെ ഉപയോഗം ഒരു പരിധിവരെ കുറയ്ക്കണമെന്നും ജനങ്ങൾ കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിലേക്ക് മാറണമെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ വാഹനങ്ങളുടെ ആധിക്യം അത് ടൂ വീലറായിട്ടും അതുപോലെ കാറായിട്ടും എല്ലാ വീടുകളിലും 1, 2, 3 വാഹനങ്ങളുള്ളൊരവസ്ഥയും. അപ്പോൾ അന്തരീക്ഷ മലിനീകരണം വല്ലാത്തൊരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കൂട്ടത്തിൽ കുറേ കാര്യങ്ങളൊക്കെ നടന്ന് ശീലിക്കാനും സൈക്കിൾ ഉപയോഗിക്കാനും ഒക്കെ പഠിക്കുന്നത് ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അത്യാവശ്യക്കാർക്ക് ഇങ്ങനെ വലിയ വണ്ടികളൊക്കെ കാറോ ബൈക്കൊക്കെ എടുത്ത് പോകുക എന്നല്ലാതെ. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഗോവയിൽ നടന്ന ജൂനിയർ മോഡൽ സൗന്ദര്യ മത്സരത്തിൽ വിജയിച്ച് ഷൊർണൂർ സ്വദേശിനി ജിയ മനോജ്. ഓഗസ്റ്റിൽ വിയറ്റ്നാമിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജിയ മനോജ് എന്ന കൊച്ചുമിടുക്കി. ഷൊർണൂർ വൃഷാലി വിലാസിൽ സോപാനത്തിലെ മനോജ് ജയസുജ അധ്യാപക ദമ്പതികളുടെ മകളാണ് ജിയ മനോജ്. ഷൊർണൂർ കാർമൽ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഗോവയിൽ വച്ച് നടന്ന മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുകയും ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന സബ് ടൈറ്റിൽ കരസ്ഥമാക്കിയുമാണ് വിയറ്റ്നാമിൽ മത്സരിക്കാനുള്ള യോഗ്യത നേടിയത്. ചെറുപ്പം മുതലേ ഡാൻസ്, മോഡലിംഗ് ഒരുപോലെ ഇഷ്ടമുള്ള ഈ കൊച്ചുമിടുക്കി ഇതുവരെ നിരവധി റാമ്പുകളിൽ ചുവടുവച്ചിട്ടുണ്ട്. വാണിയംകുളത്ത് പ്രവർത്തിക്കുന്ന സാഗര നൃത്ത അക്കാദമിയിലെ അധ്യാപകരാണ് നൃത്ത പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. കേരളത്തിലെ കുട്ടികളുടെ മികച്ച ഫാഷൻ ഷോയായ മിടുക്കിക്കുട്ടിയിലെ ഫൈനലിസ്റ്റാണ് ജിയ മനോജ്. അതുപോലെ തന്നെ 2025 മെയ് മാസത്തിൽ നടന്ന ഫേസ് ഓഫ് കാലിക്കറ്റ് ജൂനിയർ കിഡ്സ് വിഭാഗത്തിൽ സെക്കൻഡ് റണ്ണറപ്പ് കൂടിയാണ് ഈ കൊച്ചുമിടുക്കി. കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും പിന്തുണയോടെയാണ് ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചതെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു. ഓഗസ്റ്റിൽ വിയറ്റ്നാമിൽ നടക്കാനിരിക്കുന്ന സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജിയ മനോജ്. ന്യൂസ് സെന്റർ ഷൊർണൂർ. മാറ്റൊലി. 4 മാസത്തിനിടെ 2ാം തവണയും വൈദ്യുതി ചാർജ് കൂട്ടി KSEB. യൂണിറ്റിന് 5 മുതൽ 20 പൈസ വരെ വർധനവ് ഉണ്ടാകും. ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകാതെയാണ് ഈ വർധനവ്. ഈ കാര്യത്തിൽ താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? മാറ്റൊലിയിലേക്ക്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുതൽ കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഈ കറണ്ട് ബില്ലിൻ്റെ ചാർജ് കൂടുന്നത് കുറച്ചുകൂടി ദുരിതത്തിലേക്ക് കൊണ്ടുപോകും. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പിയിൽ വിവിധ സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ. റവന്യൂ ടവർ നിർമ്മാണം സാക്ഷാത്കരിക്കുന്നു. പദ്ധതി നടപ്പിലാക്കുന്നത് 25 കോടി രൂപ ചെലവിൽ. ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കും. പാലക്കാട് നഗരസഭയുടെ ജാതി മതിലിനെതിരെ പ്രതിഷേധവുമായി PKS. പൊതുശ്മശാനത്തിൽ ജാതി മതിൽ കെട്ടിയാൽ പൊളിച്ചുമാറ്റുമെന്ന് PKS സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S. അജയകുമാർ. നഗരസഭാ കാര്യാലയം RSSന്റെയോ BJPയുടെയോ കാര്യാലയമല്ലെന്ന് ഭരണ നേതൃത്വം ഓർക്കണമെന്നും മുൻ MP. ലോക പരിസ്ഥിതി ദിനം. നാടെങ്ങും വിപുലമായ പരിപാടികൾ. ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും വിദ്യാർത്ഥികളും നാട്ടുകാരും വിവിധ മേഖലകളിൽ പങ്കാളികളായി. ഓർമ്മയായി കല്ലൂർ പാലം. പിരായിരി മേപ്പറമ്പിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ട്രെയിനിൽ നിന്ന് പുഴയിലേക്ക് ചാടി മരിച്ചു. കോട്ടായിയിൽ വീട്ടമ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് വിദ്യാർത്ഥിനി വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് ഗുരുതരമായ പരിക്ക്. ഒറ്റപ്പാലത്ത് മെത്താഫിറ്റമിനും കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് കൊപ്പം ചുണ്ടമ്പറ്റ മടയിൽ മുഹമ്മദ് അലി. 8.96 ഗ്രാം മെത്താഫിറ്റമിനും 340 ഗ്രാം കഞ്ചാവും ആഡംബര കാറും പോലീസ് പിടിച്ചെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.